രണ്ട് എക്സൽ ഫയലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു എക്സൽ വർക്ക് ബുക്കിലുള്ള ഡേറ്റ മറ്റൊരു എക്സൽ വർക്ക് ബുക്കിൽ ഉപയോഗിക്കുന്നതിനെയാണ് കണക്ട് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ രണ്ട് എക്സൽ ഫയലുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെ, ഈ മെത്തേഡിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ്, ഇവ രണ്ടും നോക്കാം. ഈ രണ്ട് എക്സൽ ഫയലുകൾ നോക്കുക. സെയിൽസ് ഡേറ്റ, പ്രൈസ് ലിസ്റ്റ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു സ്റ്റോറിൽ പല ദിവസങ്ങളായിട്ട് കിട്ടിയ ഓർഡറുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ആദ്യത്തെ കോളത്തിൽ തീയതി, രണ്ടാമത്തെ കോളത്തിൽ ഓർഡർ ഐ ഡി, മൂന്നാമത്തെ കോളത്തിൽ ഐറ്റത്തിൻ്റെ പേര്, നാലാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇനി നമ്മുടെ ആവശ്യം ഇതാണ്, ഓരോ ഓർഡറിൻ്റെയും ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഓർഡറിൽ പറഞ്ഞിട്ടുള്ള ഐറ്റത്തിൻ്റെ പ്രൈസ് അഥവാ വില നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് നമുക്ക് കിട്ടും. പക്ഷേ ഈ കാണുന്ന ഗാഡ്ജറ്റ്സിൻ്റെ പ്രൈസ് അഥവാ വിലയുള്ളത് പ്രൈസ് ലിസ്റ്റ് എന്ന മറ്റൊരു വർക്ക് ബുക്കിലെ ഈ കാണുന്ന ടേബിളിലാണ്. സോ ഇവിടെയുള്ള ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് അഥവാ വില പ്രൈസ് ലിസ്റ്റ് എന്ന വർക്ക് ബുക്കിലെ ഈ കാണുന്ന ടേബിളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അഥവാ ഈ രണ്ട് വർക്ക് ബുക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കാണുന്ന ചിലർക്കെങ്കിലും തോന്നാം ഈ രണ്ടാമത്തെ വർക്ക് ബുക്കിലുള്ള ഈ ടേബിളിനെ ആദ്യത്തെ വർക്ക് ബുക്കിലേക്ക് കോപ്പി ചെയ്ത ശേഷം VLOOKUP ഫോർമുല ഉപയോഗിച്ചാൽ പോരെയെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഈ മെത്തേഡ് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടി വളരെ ചെറിയൊരു ടേബിളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നൂറുകണക്കിന് കോളങ്ങളും ആയിരക്കണക്കിന് വരികളുമുള്ള ടേബിളുകളിൽ നിന്ന് രണ്ടോ മൂന്നോ വാല്യൂസ് മാത്രമായിട്ട് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ രണ്ടോ മൂന്നോ വാല്യൂസ് മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് അത്രയും വലിയ ടേബിൾസ് നമ്മുടെ വർക്ക് ബുക്കിലേക്ക് കോപ്പി ചെയ്യുന്നത് നമ്മുടെ വർക്ക് ബുക്ക് സ്ലോ ആകാൻ ഇടയാക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെത്തേഡിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് ഈ വീഡിയോ തീരുന്നതിന് മുന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അത് കാണുമ്പോൾ ഈ മെത്തേഡിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഈ ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് ഈ രണ്ടാമത്തെ വർക്ക് ബുക്കിലുള്ള ടേബിളിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് വർക്ക് ബുക്കുകൾ മാക്സിമൈസ് ചെയ്യുന്നു. ഡെൽ XPS 13 എന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് രണ്ടാമത്തെ വർക്ക് ബുക്കിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈക്വൽ VLOOKUP ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. VLOOKUP ഫംഗ്ഷനുള്ള ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ, ഡെൽ XPS 13 ആണ് ലുക്കപ്പ് വാല്യൂ, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടേബിൾ അറേ. ഈ ലുക്കപ്പ് വാല്യൂവിനെ ഏത് ടേബിളിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ ടേബിളാണ് ടേബിൾ അറേ. നമുക്കറിയാം ഈ ടേബിൾ ഉള്ളത് മറ്റൊരു വർക്ക് ബുക്കിലാണ്. ആ വർക്ക് ബുക്കിലേക്ക് പോകാനായിട്ട് വ്യൂ ടാബിൽ സ്വിച്ച് വിൻഡോസ്, പ്രൈസ് ലിസ്റ്റ്. ഇനി ഈ ടേബിൾ സെലക്ട് ചെയ്യുക, കോമ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് കോളം ഇൻഡെക്സ് നമ്പർ. ഈ ടേബിളിലെ എത്രാമത്തെ കോളത്തിൽ നിന്നാണോ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പറാണ് കോളം ഇൻഡെക്സ് നമ്പർ. ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലാണ് പ്രൈസ് ഉള്ളത്. സോ 2 ആണ് കോളം ഇൻഡെക്സ് നമ്പർ. 2, കോമ നാലാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച് ലുക്കപ്പ്, എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നമുക്ക് ഡെൽ XPS 13 എന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് ഇങ്ങോട്ടേക്ക് വന്നു. ഈ വാല്യൂ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പ്രൈസ് ലിസ്റ്റ് ഡെൽ XPS 13 1,27,340. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, MI എയർ ഡോട്ട്സ് 3999. ഇനി ഈ ടേബിളിലെ പ്രൈസിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ച് ആദ്യത്തെ വർക്ക് ബുക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാം. ഉദാഹരണത്തിന് OnePlus ബഡ്സിൻ്റെ പ്രൈസ് ഞാൻ ചേഞ്ച് ചെയ്യുന്നു, 12,500. ഇനി ആദ്യത്തെ വർക്ക് ബുക്കിൽ വരുന്നു 12,500. ഇനി എമൗണ്ട് കണ്ടെത്താനായിട്ട് ഈക്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇനി ഈ മെത്തേഡിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ നോക്കാം. ഈ വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്നു, സേവ്. ഇനി പ്രൈസ് ലിസ്റ്റ് എന്ന വർക്ക് ബുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഗാലക്സി S20യുടെ പ്രൈസ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്, 39,000 ആക്കുന്നു. എൻ്റർ. വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്നു, സേവ്.
സെയിൽസ് ഡേറ്റ. നോക്കുക, ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് ഉണ്ട്. ഈ വർക്ക് ബുക്കുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള വർക്ക് ബുക്കിൽ നമ്മൾ വരുത്തിയ മാറ്റത്തിനനുസരിച്ച് ഈ വർക്ക് ബുക്ക് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ മെസ്സേജ് ബോക്സ് ചോദിക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗാലക്സി S20യുടെ ഇപ്പോഴത്തെ വില നോക്കുക, 41,000. അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൈസ് ലിസ്റ്റ് എന്ന വർക്ക് ബുക്കിൽ നമ്മൾ വരുത്തിയ മാറ്റത്തിനനുസരിച്ച് ഈ കോളത്തിലെ വാല്യൂസ് മാറിയത് കാണാം. നമ്മളിപ്പോൾ കണ്ട മെത്തേഡിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസോടെ നോക്കാം. ഒരു റോഡ് പ്രോജക്റ്റിൻ്റെ BOQ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ച വർക്ക് ബുക്കാണ് ഈ കാണുന്നത്. സൈറ്റ് ക്ലിയറൻസ്, എർത്ത് വർക്ക്, GSB തുടങ്ങി ഈ പറഞ്ഞ റോഡ് പ്രോജക്റ്റിലെ വിവിധ വർക്കുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഏതാണ്ട് 100-നടുത്ത് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇനി ഓരോ വർക്കിൻ്റെയും എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ക്വാണ്ടിറ്റിയെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് എമൗണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി റേറ്റ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് നോക്കുക. ഈ വർക്ക് ബുക്കിലെ റേറ്റുകളെല്ലാം വന്നിരിക്കുന്നത് റേറ്റ് അനാലിസിസ് എന്ന മറ്റൊരു വർക്ക് ബുക്കിൽ നിന്നാണ്. ഈ 446 എന്ന റേറ്റ് ഏത് വർക്ക് ബുക്കിലെ ഏത് സെല്ലിൽ നിന്നാണോ വന്നിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. 446 റേറ്റ് അനാലിസിസ് എന്ന വർക്ക് ബുക്കിലെ ഈ കാണുന്ന സെല്ലിൽ നിന്നാണ് 446 എന്ന റേറ്റ് ഈ വർക്ക് ബുക്കിലേക്ക് വന്നിരിക്കുന്നത്. ഇനി WMMൻ്റെ റേറ്റ് നോക്കാം. 1761. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. WMMൻ്റെ റേറ്റ് 1761. ഇങ്ങനെ ആയിരക്കണക്കിന് ഐറ്റംസിൻ്റെ റേറ്റുകളുണ്ട് ഈ വർക്ക് ബുക്കിൽ. പക്ഷേ BOQ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഈ വർക്ക് ബുക്കിലെ 50-100 ഐറ്റംസിൻ്റെ റേറ്റുകൾക്ക് വേണ്ടി ഈ രണ്ടാമത്തെ വർക്ക് ബുക്കിലെ എൻറ്റയർ ഡേറ്റ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുന്നത് ഈ വർക്ക് ബുക്കിനെ സ്ലോ ആകാൻ ഇടയാക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ രണ്ടാമത്തെ വർക്ക് ബുക്കിൽ നിന്ന് റേറ്റുകൾ മാത്രമായിട്ട് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് രണ്ട് വർക്ക് ബുക്കുകൾ കണക്ട് ചെയ്തത്. എക്സലിലെ പവർ ക്വയറി എന്ന ടൂൾ ഉപയോഗിച്ചിട്ടും വർക്ക് ബുക്കുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ആ മെത്തേഡിനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.